1 കൊരിന്ത്യർ ലേഖനമാണല്ലോ നോക്കിക്കൊണ്ടിരിക്കുന്നത്. 1 കൊരിന്ത്യർ ലേഖനം. ഇന്ന് 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ നമ്മൾ സാധാരണയായി കർത്തൃമേശയുടെ സമയത്ത് വായിക്കാറുള്ള ആ ഒരു വേദഭാഗമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൻ്റെ 23 മുതൽ 26 വരെയുള്ള വാക്യം. അത് നമുക്ക് പുറകാലെ വായിക്കാനായിട്ട് സമയമെടുക്കാം. 1 കൊരിന്ത്യർ 11-ൻ്റെ 23 മുതൽ 26. ഇതിനെക്കുറിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയും വായിക്കുകയും പഠിക്കുകയും ചെയ്ത സമയത്ത് ഇതിനൊരു തലക്കെട്ടായിട്ട്, ഇന്നത്തെ ദൈവവചന ധ്യാനത്തിനൊരു തലക്കെട്ടായിട്ടുള്ളത് കർത്താവിൻ്റെ മേശ, ലോർഡ്സ് സപ്പർ, കർത്താവിൻ്റെ അത്താഴം, പുറകോട്ട് നോക്കാനുള്ള ഒരു വിളി, മുൻപോട്ട് നോക്കാനുള്ള ഒരു വിളി, നമ്മുടെ ഉള്ളിലേട്ട് നോക്കാനുള്ളൊരു വിളി, നമ്മുടെ ചുറ്റുപാടും ഒന്ന് നോക്കാനുള്ള ഒരു വിളി. അപ്പോൾ കർത്താവിൻ്റെ തിരുമേശ എന്ന് പറയുന്നത് ഒരു ഓർമ്മ മാത്രമല്ല, മറിച്ച് കർത്താവ് നമ്മളെ വിളിക്കുകയാണ്. എന്തിനു വിളിക്കുന്നു? പുറകോട്ട് നോക്കാൻ, മുൻപോട്ട് നോക്കാൻ, ഉള്ളിലോട്ട് നോക്കാൻ, അതേപോലെ തന്നെ ചുറ്റുപാടും ഒന്ന് നോക്കാൻ കർത്താവ് നമ്മളെ വിളിക്കുകയാണ്. സ്തോത്രം. നമുക്കൊരു നിമിഷം ഒന്ന് ചിന്തിക്കാം. ഒരു നിമിഷം നമ്മളൊന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് എല്ലാവരോടും സമാധാനമായിട്ടിരിക്കാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ ചാർച്ചക്കാർ, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർ, അല്ലെങ്കിൽ പഠിക്കുന്നവർ, നമ്മുടെ അയൽവാസികൾ, എല്ലാവരോടും സമാധാനമായിട്ടിരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ആ അസമാധാനത്തിന് കാരണം നമ്മൾ തന്നെയാണ്, ഞാൻ തന്നെയാണോ? എൻ്റെ ഹസ്ബൻഡിന് അല്ലെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക്, എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർക്ക് അസമാധാനത്തിൻ്റെ കാര്യം, എൻ്റെ കൂടെ ആരാധിക്കുന്നവർക്ക് അസമാധാനത്തിൻ്റെ കാര്യം ഞാനാണോ അല്ലെ മറ്റാരെങ്കിലും ആണോ? ആ ഒരു കാര്യം വരുമ്പം നമ്മൾ അത് എങ്ങനെയെങ്കിലും തിരുസന്നിധിയിൽ വെച്ചിട്ട് അത് ക്രമീകരിക്കപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? അതോ അതങ്ങ് തള്ളിക്കളയുക, സാരമില്ല പോട്ടെ, അല്ലെങ്കിൽ നമ്മളത് ന്യായീകരിക്കുകയാണ്, അത് ഓർക്കാതിരിക്കാൻ ശ്രമിക്കുകയാണ്? ഏതാണ് നമ്മൾ സാധാരണയായി ചെയ്യാറുള്ളത്? 1 കൊരിന്ത്യർ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ ആ സഭയിലും പല വിധത്തിലുള്ള വിഭിന്നമായി ചിന്തിക്കുന്നവർ, ദൈവഹിതത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവരുടെ ഒരു ചെറിയ കൂട്ടം, നമ്മൾ പറഞ്ഞല്ലോ, വലിയ ഹോളിലൊന്നുമല്ല അവർ കൂടുന്നത്. അന്നത്തെ കാലത്ത് ജനങ്ങൾ കൂടുന്നത് ഒരു ഭവനത്തിലാണ്. അപ്പോൾ ഒരു ഭവനത്തിൽ എത്ര പേർക്ക് കൂടാൻ സാധിക്കും? മർക്കോസിൻ്റെ മാളിക മുറിയിൽ എത്ര പേരുണ്ടായിരുന്നു? 120 പേരുണ്ടായിരുന്നു. അപ്പോൾ ഒരു കൂട്ടം, വലിയ ഓഡിറ്റോറിയത്തിലുള്ള 5000-6000 കൂട്ടമൊന്നുമല്ല, ഒരു കൂട്ടം അവർ ഒരുമിച്ച് ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഇടയിലും എന്തുണ്ടായിരുന്നു? വ്യത്യസ്തമായി ചിന്തിക്കുന്നവരുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലായി. അതുമാത്രമല്ല, പല സോഷ്യോ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ പലവിധമായ സാമ്പത്തിക, കൾച്ചറൽ, സാംസ്കാരിക ഭാഗത്തിൽപ്പെട്ടവർ ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു. ചിലരാണെങ്കിൽ യഹൂദന്മാരായിരുന്നു, ചിലർ യഹൂദന്മാരല്ലാത്തവരായിരുന്നു, ചിലർ അടിമകളായിരുന്നു, ചിലർ നേരത്തെ അടിമകളായി ഇപ്പം സ്വാതന്ത്ര്യമായി ജീവിക്കുന്നവരാണ്. അങ്ങനെ പല വിഭാഗത്തിൽപ്പെട്ട, പല സോഷ്യോ എക്കണോമിക് സ്ട്രാറ്റയിലുള്ള ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാർ ഒരുമിച്ച് ആരാധിക്കുന്ന ഒരു ചെറിയ ആരാധനക്കൂട്ടമായിരുന്നു കൊരിന്ത്യ സഭ. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഇവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി അവരോട് അത് അങ്ങനെ ആകരുത് എന്ന് വ്യക്തമായിട്ട് അവരോട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുമിച്ച് ഇരിക്കണം, നിങ്ങൾ ഒരുമിച്ച് ചിന്തിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഒരുമിച്ച് കഴിഞ്ഞ അങ്ങേ ആഴ്ച നമ്മൾ കേട്ടതിന് തൊട്ട് മുമ്പിലുള്ള ഭാഗമായിരുന്നല്ലോ. ഇവർ ഒരുമിച്ച് ആരാധിക്കാനായി കടന്നു വരുമ്പോൾ ചിലരൊക്കെ ഭക്ഷണം കൊണ്ടുവരും. ഭക്ഷണം കൊണ്ടുവന്നിട്ട് ഭക്ഷണമുള്ളവർ അതാദ്യം കഴിക്കും, കഴിച്ച ശേഷം വീഞ്ഞു കുടിക്കും. പിന്നെ പുറകാലെ വരുന്ന ഒരുപക്ഷെ ഭക്ഷണം കൊണ്ടുവരാനില്ലാതെ അല്ലെങ്കിൽ കുറച്ച് ഭക്ഷണമായി വരുന്നവർക്ക് എന്താണ്? അവർ വിശപ്പോടെ അവർ ആരാധനയ്ക്കിരിക്കുന്നു. അങ്ങനെയുള്ള ആ ഒരു ഓൾറെഡി അവരുടെ ഇടയിൽ ഒരു ഭിന്നതയുണ്ട്. ഇങ്ങനെയുള്ള ഒരു പ്രവൃത്തിയും കൂടെ ചെയ്യുമ്പോൾ എന്താണ്? കുടുംബങ്ങൾ തമ്മിൽ പിന്നെയും ഭിന്നത ആ സഭയിൽ തന്നെ ഉണ്ടാകാനുള്ള ഒരു ചാൻസ്, അതിനുള്ള അവസരമുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. നമ്മൾ ഈ ആഹാരം എന്ന് പറയുമ്പോഴേ നമ്മൾ ആരുടെ കൂടെ ആഹാരം കഴിക്കുന്നത്?
നമ്മൾ കൂട്ടായ്മ ആചരിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ കൂടാണ് നമ്മൾ ആഹാരം കഴിക്കുന്നത്, ഇല്ലേ? നമ്മളുടെ കൂട്ടുകാർ, നമുക്ക് പൊരുത്തപ്പെടാൻ കഴിയുന്നവർ ഒരുമിച്ചാണ് നമ്മൾ ആഹാരം കഴിക്കുന്നത്. നമുക്കറിയാമല്ലോ, യേശു പാപികളോടുകൂടെ, ചുങ്കക്കാരോടുകൂടെ ഒക്കെ ആഹാരം കഴിച്ചതായിട്ട് കാണുന്നുണ്ടല്ലേ? എന്നിട്ട് ആ സമയത്ത് 1-ാം നൂറ്റാണ്ടിൽ ഒരുമിച്ച് ആഹാരം കഴിക്കുക എന്ന് പറയുമ്പോൾ ഒരു കൂട്ടായ്മ മാത്രമല്ല, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ്, ഒരു സൗഹൃദം മാത്രമല്ല, ഒരു ആഴമായ ബന്ധം, ഒരു സഹവസിക്കുക എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് വസിക്കുക, ഒരു ഫെലോഷിപ്പ്, ഒരു കൂട്ടായ്മ, ഒരുമിച്ച് വസിക്കുന്നതിൻ്റെ ഒരു പ്രതീകമായിട്ടായിരുന്നു 1-ാം നൂറ്റാണ്ടിൽ അവരൊരുമിച്ച് ആഹാരം കഴിച്ചത്. അപ്പോൾ ആഹാരം കഴിക്കുന്നത് പോലും ഭിന്നതയ്ക്കും, അതുമാത്രമല്ല ഡിസ്ക്രിമിനേഷൻ, നമ്മൾ കഴിഞ്ഞ ആഴ്ച കേട്ടല്ലോ, ഉച്ചനീചത്വമായി പ്രവർത്തിപ്പാൻ, ഒരാൾ കുറച്ചത് ഒരാൾ വലുത് എന്ന് കണ്ട് പ്രവർത്തിക്കാൻ പോലും ഈ ഒന്നിച്ചുള്ള ആഹാരത്തിനിടയായി എന്ന് അപ്പോസ്തലനായ പൗലോസ് കണ്ടു. അതുമാത്രമല്ല, അദ്ദേഹത്തിന് വളരെ അത്ഭുതപ്പെട്ടത് കർത്താവിൻ്റെ മേശ പോലും, ലോർഡ്സ് സപ്പർ, കർത്താവിൻ്റെ മേശ പോലും എന്താണ്? ഭിന്നതയ്ക്കിടയാകുന്നു. ഉച്ചനീചത്വത്തിന് കർത്താവിൻ്റെ മേശ പോലും ഇടയാകുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് അത് കണ്ടിട്ട് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, നിങ്ങൾ കഴിക്കുന്ന മേശ കർത്താവിൻ്റെ മേശയല്ല. കാരണം കർത്താവിൻ്റെ മേശയാണെങ്കിൽ കർത്താവിന് മഹത്വം കൊണ്ടുവരുന്നേനെ. എന്നാൽ നിങ്ങൾ കഴിക്കുന്ന ഈ മേശ കർത്താവിൻ്റെ മേശയല്ല, കാരണം അത് കർത്താവിന് മഹത്വമാകുന്നില്ല. തൊട്ട് മുമ്പിലുള്ള 19-ാം വാക്യത്തിലാണ് അത് വായിക്കുന്നത്. നമ്മൾ വായിക്കുന്നു, അത് നിങ്ങളിൽ പരമാർത്ഥികളെ വെളിപ്പെടുത്താൻ ഈ ഭിന്നത ഇടയാകുന്നു എങ്കിൽ തന്നെ ഇത് കഴിച്ച ശേഷം തുടർന്നുള്ള വാക്യങ്ങൾ വായിക്കുന്നു, ചിലരൊക്കെ രോഗികളാകുന്നു. കാരണം അയോഗ്യമായി കർത്താവിന് കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കാതെ കർത്താവിൻ്റെ മേശയിൽ പങ്കിടുന്നത് കൊണ്ട് ചിലരൊക്കെ രോഗികളാകുന്നു. അതുമാത്രമല്ല, ചിലരൊക്കെ മരണപ്പെടുന്നു. അതുകൊണ്ട് എങ്ങനെയാണ് കർത്താവിൻ്റെ മേശ, നമ്മൾ അതിനെക്കുറിച്ചുള്ള വിശ്വാസം, അതിൻ്റെ പ്രവൃത്തി, അതെങ്ങനെ ആചരിക്കണമെന്ന് ഈ 4 വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് അന്നത്തെ കൊരിന്ത്യ സഭയ്ക്കും ഇന്ന് നമ്മളോടും പറയുകയാണ്. നമുക്കറിയാം, 2 കൂദാശകളാണ് നമ്മളുടെ സഭയ്ക്കുള്ളത്. 1 സ്നാനം, 2 കർത്തൃമേശ. സ്നാനം ഒരിക്കലായിട്ട്, സ്നാനത്തിലൂടെ പല സാമൂഹിക സാംസ്കാരിക നിലപാടുകൾ, സാമ്പത്തിക നിലപാടുകളുള്ള നമ്മളെ എന്ത് ചെയ്തു? ക്രിസ്തുവിനോടുകൂടെ നമ്മളെല്ലാവരും യോജിച്ചു. നമുക്ക് പണ്ട് പല വ്യക്തിത്വങ്ങളുണ്ടായിരുന്നു. ഞാൻ ഇന്നയാളാണ് എന്നുള്ള പല വ്യക്തിത്വങ്ങളുണ്ടായിരുന്നു ഒരു സമയത്ത്. എന്നാൽ സ്നാനപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ പ്രധാനമായ വ്യക്തിത്വം എന്താണ്? ഞാൻ ദൈവത്തിൻ്റെ കുടുംബത്തിലെ അംഗമാണ്, ഞാൻ ദൈവത്തിൻ്റെ കുടുംബത്തിലെ അംഗമാണ്. അതിന് ശേഷമേ ഉള്ളൂ ബാക്കി എൻ്റെ എല്ലാ വ്യക്തിത്വങ്ങളും. ഞാൻ കർത്താവിൻ്റെ പൈതലാണ്, ഞാൻ കർത്താവിൻ്റെ കുടുംബത്തിലെ അംഗമാണ്. ഒരിക്കലായി സ്നാനമേൽക്കുമ്പോൾ തിരുമേശ, കർത്താവിൻ്റെ മേശ നമ്മൾ കൂടി വരുമ്പോഴൊക്കെ ആചരിക്കാം. ചില സഭകളിൽ എല്ലാ ആഴ്ചയിലും കർത്തൃമേശയുണ്ട്. ചില സഭകളിൽ മാസത്തിൽ ഒരിക്കൽ മാത്രമേ ഉള്ളൂ കർത്തൃമേശ. ചില സഭകളെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, അവർ അനുവദിച്ചിട്ടുണ്ട് ഭാര്യയ്ക്കും ഭർത്താവിനും രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ദൈവമക്കൾക്കും ഒരുമിച്ച് എന്നും പ്രഭാതത്തിൽ അവരുടെ കുടുംബത്തിൽ എന്താണ്, അവർ കർത്തൃമേശ എടുക്കും. പല രീതിയിൽ പല സമയങ്ങളിൽ പല തവണയായി കർത്തൃമേശ എടുക്കാനുള്ള അവസരങ്ങളുണ്ടെങ്കിൽ തന്നെ അതിനേക്കാളെല്ലാം പ്രാധാന്യമായിരിക്കുന്നത് എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു എന്ന് നമ്മൾ ഓർക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അത് മാത്രമല്ല, ഈ തിരുമേശ എടുക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ ഉത്തരവാദിത്തം, നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ കോൺസിക്വൻസ്, അതിൻ്റെ ഔട്ട്കം, അതിൻ്റെ പരിണിത ഫലം നാം മനസ്സിലാക്കുന്നുണ്ടോ? അതാണ് ദൈവാത്മാവ് കൊരിന്ത്യ സഭയോട് അന്ന് വെളിപ്പെടുത്താനായിട്ട് ആഗ്രഹിച്ചത്, ഇന്ന് നമ്മളോടും വെളിപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. തിരുമേശ അല്ലെ, കൂട്ടായ്മ, കർത്താവിൻ്റെ മേശ, തിരുവത്താഴം എന്നൊക്കെ ഈ ഒരു കർത്താവിൻ്റെ മേശയെ പറയാറുണ്ട്. കർത്താവിൻ്റെ അത്താഴം അല്ലെങ്കിൽ തിരുമേശ, തിരുവത്താഴം, കൂട്ടായ്മ,
അതുമാത്രമല്ല, ഇംഗ്ലീഷിൽ ഒരു യൂക്കറിസ്റ്റ് എന്നൊരു വേർഡുണ്ട്. യൂക്കറിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഗീവ് താങ്ക്സ്, ദൈവത്തിന് നന്ദി കൊടുക്കുക. അപ്പോൾ പല പദങ്ങൾ ക്രിസ്തീയ സഭകളിൽ ഈ തിരുവത്താഴത്തിന്, കർത്താവിൻ്റെ മേശയ്ക്ക് പറയുന്നുണ്ട്. ഇതെല്ലാം ഒരു കാര്യത്തെ തന്നെയാണ് പറയുന്നത്. സ്തോത്രം. നമുക്ക് ആദ്യമായിട്ട് 11-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം ഒന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 11:23. ഞാൻ കർത്താവായ യേശുവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തതെന്തെന്നാൽ, അത് മതി. ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്ത് എന്തെന്നാൽ, അടുത്തത് വായിക്കുകയാണ്, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ. അത്രയും 2 പ്രാവശ്യം കർത്താവ് എന്ന് പറയുന്നുണ്ട്. ഒരു പ്രാവശ്യം കർത്താവായ യേശുവിനെ എന്ന് പറയുന്നുണ്ട്. ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, ഈ ഒരു ആചാരം, ഈ ഒരു വിശ്വാസം, നമ്മളുടെ ക്രിസ്തീയ സമൂഹത്തിലുള്ള ഈ ഒരു പ്രത്യേക ആചാരം, അല്ലെ കൂദാശ, നമ്മൾ പറയല്ലോ കൂദാശ, കുർബാന ഒക്കെ കർത്താവിങ്കിൽ നിന്ന് അപ്പോസ്തലനായ പൗലോസ് പ്രാപിച്ചതാണ്. അത് അപ്പോസ്തലനായ പൗലോസ് സഭയ്ക്ക് നൽകുകയാണ്. അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പം വേറെ പല ഭാഗങ്ങളിലും ദൈവവുമായിട്ട് നേരിട്ട് വെളിപ്പാടുകൾ പ്രാപിച്ചതായിട്ട് നാം കാണുന്നുണ്ട്. അദ്ദേഹം അങ്ങനെ എഴുതിയിട്ടുണ്ട്, ഞാനിത് കർത്താവിങ്കിൽ നിന്ന് പ്രാപിച്ചതാണ്. ദൈവവുമായിട്ടൊരാഴമായ ബന്ധം അപ്പോസ്തലനായ പൗലോസിനുണ്ടായിരുന്നു. ഈ ആഴമായ ബന്ധത്തിൽ മറ്റു പലർക്കും വെളിപ്പെടാത്തത്, മറ്റു പലർക്കും അറിയാത്തത് അപ്പോസ്തലനായ പൗലോസിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. ദർശനങ്ങൾ, വെളിപ്പാടുകൾ, പ്രവചനങ്ങളൊക്കെ ദൈവവുമായി കൂടെ വസിക്കുന്നവർക്ക്, അധിക സമയം ദൈവവുമായി ഇരിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്ന ഒരു ദാനമാണ്. സ്തോത്രം. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ, നിങ്ങൾ പുറകാലെ വായിച്ചാൽ മതി, ഞാനത് വായിക്കാം ഇപ്പോൾ. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ, ഇംഗ്ലീഷിൽ അത് 3-ാം വാക്യത്തിലാണ്, മലയാളത്തിൽ 3 മുതൽ 5 വരെ വായിച്ചെങ്കിലേ മനസ്സിലാകുകയുള്ളൂ. അദ്ദേഹം പറയുന്നു, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തിൻ പ്രകാരം മരിച്ച് അടക്കപ്പെട്ടു. തിരുവെഴുത്തിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് കേഫാവിനും പിന്നെ 12 പ്രത്യക്ഷനായി എന്നത് ഞാൻ ഗ്രഹിച്ചത് തന്നെ നിങ്ങൾക്ക് ആദ്യമായി ഏൽപ്പിച്ചു തന്നുവല്ലോ. അപ്പോൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ, ദൈവവുമായിട്ടുള്ള സഹവാസത്തിൽ ചിലതൊക്കെ അപ്പോസ്തലനായ പൗലോസ് ഗ്രഹിച്ചു. ആ ഗ്രഹിച്ചത് അതെന്താണ്? അടുത്ത തലമുറയ്ക്ക് അല്ലെങ്കിൽ കൊരിന്ത്യ സഭയ്ക്ക് കൈമാറുകയാണ്. ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, സഹോദരന്മാരെ, ഞാൻ അറിയിച്ച സുവിശേഷം മനുഷ്യമല്ല എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. അത് ഞാൻ മനുഷ്യരോട് പ്രാപിച്ചതല്ല, പഠിച്ചതുമല്ല, യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടിനാൽ അത്രേ പ്രാപിച്ചത്. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് വ്യക്തമായുള്ള കാര്യങ്ങൾ, വ്യക്തമായ ആലോചനകൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചു, അത് സ്വീകരിച്ചു. ആ സ്വീകരിച്ച ഈ വിശുദ്ധമായ ആചാരം അപ്പോസ്തലനായ പൗലോസ് അടുത്ത തലമുറയ്ക്ക് കൈമാറുകയാണ്. ദൈവത്തിൽ നിന്ന് പ്രാപിച്ച വിശുദ്ധമായ ആചാരങ്ങൾ ദൈവത്താൽ പ്രാപിച്ചത് അപ്പോസ്തലനായ പൗലോസ് സഭയ്ക്ക് കൈമാറുന്നു. ദൈവത്തിൽ നിന്ന് പ്രാപിച്ചു എന്ന് പറഞ്ഞ് തുടങ്ങുന്നത് കർത്താവിൻ്റെ മേശയെക്കുറിച്ചാണ്. അപ്പോൾ ഈ കർത്താവിൻ്റെ മേശ, ദൈവത്തിൻ്റെ ഉപദേശങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ അധികാരം നാം മനസ്സിലാക്കണം, അതിൻ്റെ വിശ്വസ്തത നാം മനസ്സിലാക്കണം. ഇതൊരു ഊഹാപോഹമല്ല, കെട്ടുകഥയല്ല, മറിച്ച് ദൈവം തന്നെ അപ്പോസ്തലനായ പൗലോസിന് വെളിപ്പെടുത്തി കൊടുത്ത കാര്യമാണ് തിരുമേശയെക്കുറിച്ചുള്ള വിശ്വാസം, തിരുമേശയെക്കുറിച്ചുള്ള ആചാരങ്ങൾ. സ്തോത്രം. ഇത് നമുക്കറിയാം, ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും മത്തായിയുടെ സുവിശേഷത്തിലും മർക്കോസിൻ്റെ സുവിശേഷത്തിലും യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്തു എന്ന് പറയുന്നുണ്ട്. ഇവിടെ നാം അതാ വായിക്കുന്നത്. 23-ാം വാക്യത്തിൽ നമ്മൾ കണ്ടല്ലോ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ എന്ന് പറഞ്ഞാൽ ഇത് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചത് കൊണ്ട് അധികാരമുള്ളതാണ്, വിശ്വസ്തമുള്ളതാണ്. എങ്കിൽ തന്നെ ഒരു കാര്യം കൂടെ നോക്കണം, ഇത് യാഥാർത്ഥ്യമാണ്, ഇത് ചരിത്രമാണ്. ഒരു ദിവസം, ആ ദിവസം പിൻ പോയിന്റ് ചെയ്യാനായിട്ട് സാധിക്കും. എന്നാണ് ആ ദിവസം? കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ.
ഇതൊരു സങ്കല്പമല്ല, കെട്ടുകഥയല്ല, ഊഹാഭോഗമല്ല. അപ്പോസ്തലനായ പൗലോസും പത്രോസും എല്ലാവരുടെ കൂടിയിരുന്ന് ചമച്ച ഒരു കഥയല്ല, മറിച്ച് ഇത് വാസ്തവമാണ്. യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിലാണ് യേശു തിരുവത്താഴം, കർത്താവിൻ്റെ അത്താഴം ആദ്യമായി കഴിക്കുന്നത്. കർത്താവിൻ്റെ അത്താഴം കഴിക്കുന്നത്. ഇത് പെസഹയുടെ അത്താഴവുമായി കണക്റ്റഡാണ്. നമുക്കറിയാമല്ലോ, പഴയ നിയമത്തിൽ ആബീബ് മാസം അവർ ഒരുമിച്ച് കൂടി പെസഹ അപ്പം കഴിച്ചിരുന്നു. മിസ്രൈമിൽ നിന്ന് ജനത്തെ വിടുവിച്ച ആ ദിവസം, അന്ന് അവർ പുറപ്പെടുന്നതിന് മുമ്പാണ് ആദ്യമായി പെസഹ അപ്പം കഴിച്ചത്. രക്തം കട്ടിൽക്കാൽമേലും കുറുമടിമേലും ഉള്ളവരുടെ ഭവനത്തിൽ അന്ന് സംഹാരദൂതൻ കയറിയില്ല. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് എന്ത് ചെയ്യുന്നത്? പെസഹ ആചരിക്കുന്നത്. എന്നാൽ ഇന്ന് ഇന്ന് അപ്പോൾ യേശുക്രിസ്തു അന്ന് കാണിച്ചു കൊടുത്ത രാത്രിയിൽ കഴിച്ച ആ അത്താഴം യേശു അനുഭവിക്കാൻ പോകുന്ന കഷ്ടാനുഭവങ്ങളെ മുമ്പോട്ട് നോക്കുകയായിരുന്നു. ഇന്ന് നമ്മളത് പുറകോട്ട് നോക്കി കാണുന്നു. എന്നാൽ അന്ന് യേശു മുൻപോട്ട് നോക്കിയാണ് ആ തിരുവത്താഴം കൊണ്ട് യേശുവിൻ്റെ ത്യാഗപരമായ മരണത്തെ, അതിലൂടെ ശിഷ്യന്മാർക്ക് ഇന്ന് നമുക്ക് അനുഭവിക്കുന്ന വിടുതൽ, സമാധാനം, സന്തോഷം മുൻപോട്ട് നോക്കി യേശു പറയുകയാണ്. കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ. സ്തോത്രം. അതുകൊണ്ട് നാം തിരുമേശയിലോട്ട് അടുത്ത് വരുമ്പം, കർത്താവിൻ്റെ മേശയിലോട്ട് അടുത്ത് വരുമ്പം ഒരു ലാഘവത്തോടെ ആയിരിക്കരുത്, മറിച്ച് ഭയഭക്തിയോടെ കർത്താവിനാൽ സ്ഥാപിക്കപ്പെട്ട, യേശു കർത്താവിനാൽ സ്ഥാപിക്കപ്പെട്ട ഒരു കൂദാശ, അതിൽ പങ്കെടുക്കാൻ എനിക്കും ഒരു യോഗ്യത. ഈ ഓർമ്മ, ഇത് നിലനിർത്തി വേണം ഭയത്തോടെ എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് ടെററിസ്റ്റിനെയൊക്കെ കാണുമ്പോൾ നമുക്ക് പേടിയില്ല. തോക്ക് കാണുമ്പോൾ, മനുഷ്യരെ കാണുമ്പോൾ നമുക്ക് പേടിയാണ്. ആ ഭയമല്ല, മറിച്ച് എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി മരിച്ച ദൈവത്തോടുള്ള ആദരവോടുകൂടിയ ഒരു ബഹുമാനം, ആദരവോടുകൂടിയ ഒരു സ്നേഹം. ഇതേ മനോഭാവത്തോട് വേണം നമ്മൾ എന്ത് ചെയ്യുന്നത്? തിരുമേശയ്ക്ക് അടുത്ത് വരാൻ. കാരണം എന്താണ്? കർത്താവിങ്കൽ നിന്ന് പ്രാപിച്ച് സഭയ്ക്ക് ഏൽപ്പിച്ചു തന്നതാണ് അപ്പോസ്തലനായ പൗലോസ്. രണ്ടാമതായിട്ട് നമുക്ക് നോക്കാം 24-ാം വാക്യം. ഇത് ചേർത്ത് വായിച്ചോ മോളെ. കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചെയ്തു നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. ഇത് നിങ്ങൾക്ക് വേണ്ടി നുറുക്കപ്പെടുന്ന എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ. അപ്പോൾ തിരുവത്താഴത്തെക്കുറിച്ചുള്ള ഉപദേശങ്ങൾ നമുക്ക് ദൈവാത്മാവിലൂടെ തരുമ്പോൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതാണ്. ആദരവോടെ നമ്മൾ അടുത്ത് വരണം. പക്ഷെങ്കിൽ ചിലത് നമ്മൾ ഓർക്കണം. എന്താണ് ഓർക്കേണ്ടത്? ക്രിസ്തുവിൻ്റെ ശരീരം എനിക്ക് വേണ്ടി നുറുക്കപ്പെട്ടു. ആ ഓർമ്മ നമ്മൾ വായിച്ചല്ലോ, പറഞ്ഞായിരുന്നല്ലോ, മത്തായി, മർക്കോസ്, ലൂക്കോസ്. ആ സമയത്ത് ആദ്യമായി ശിഷ്യന്മാരും ഒരുമിച്ച് ഈ അത്താഴം കഴിക്കുന്ന സമയത്ത് യേശു അപ്പം നുറുക്കി. ഓക്കെ. നമ്മുടെ ഇവിടെ രാവിലെ കമ്മ്യൂണിയൻ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ ആ പിച്ചാത്തി കൊണ്ട് എന്ത് ചെയ്യുക? ആ ബ്രെഡ് മുറിക്കുകയാണ്. ബ്രെഡ് ജീവനുള്ള വ്യക്തിയൊന്നുമല്ല, അതുകൊണ്ട് ബ്രെഡിന് നോവത്തില്ല. എന്നാൽ യേശുവിൻ്റെ ശരീരം നുറുങ്ങുന്ന സമയത്ത് യേശു വേദനപ്പെട്ടു. അന്ന് അപ്പം നുറുക്കുന്ന സമയത്ത് അപ്പം നുറുക്കി ചാറിൽ മുക്കി യൂദായുടെ കയ്യിൽ കൊടുത്തപ്പോൾ യേശു ക്രൂശിൽ ഏതാനും നിമിഷങ്ങൾ തൊട്ട് നുറുക്കപ്പെടാൻ പോകുന്ന തൻ്റെ ശരീരത്തിൻ്റെ വേദന ഒരു പക്ഷെങ്കിൽ യേശു അനുഭവിച്ചു കാണും. കഴിഞ്ഞ ആഴ്ച കമ്മ്യൂണിയൻ്റെ സമയത്ത് ദേവദാസൻ പറഞ്ഞല്ലോ, അതിനുശേഷമാണ് യേശു അതിവേദനയോട് പോയി കരഞ്ഞത്. കാരണം തൊട്ടു മുമ്പേ അപ്പം നുറുക്കിയപ്പോൾ ഇതുപോലെ എൻ്റെ ശരീരം നുറുക്കപ്പെടാൻ പോവുകയാണ്.
വീഞ്ഞെടുത്തപ്പോൾ ഇതുപോലെ എൻ്റെ രക്തം ഒഴുക്കപ്പെടാൻ പോവുകയാണ്. അത് പിക്ചറായിട്ട് യേശു എന്ത് ചെയ്തു? കണ്ടതുകൊണ്ടായിരിക്കാം അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലായിട്ട് അതിവേദനയോടെ ഗെത്സമനായിൽ പോയി കരഞ്ഞത്. യേശുവിൻ്റെ തിരുമേശയോട്, കർത്താവിൻ്റെ തിരുമേശയോട് നാം അടുത്ത് വരുമ്പോൾ യേശുവിൻ്റെ നുറുക്കപ്പെട്ട ശരീരം നാം ഓർക്കണം. സ്തോത്രം. ഓർക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കുമായിരിക്കും, നമ്മൾ ഓർക്കാറില്ലേ? യാഥാർത്ഥ്യമായിട്ടൊന്ന് ഓർത്തേ, നമ്മൾ എത്രയോ പ്രാവശ്യം മറന്നുപോകും. എത്രയോ പ്രാവശ്യം മറന്നുപോകും. അത് യേശു എനിക്ക് വേണ്ടി മരിച്ചു എന്നുള്ള ആ ഓർമ്മയാണ് എൻ്റെ പാപത്ത് ഞാൻ മോചിക്കപ്പെട്ടു എന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് തരുന്നത്. യേശു മരിച്ചു മാത്രമല്ല, യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ആ ഒരു ഓർമ്മ നിത്യജീവനിലേക്ക് ദൈവം എന്നെ നടത്തുന്നു എന്നുള്ള ഒരു ഓർമ്മ, ഒരു വിശ്വാസം തരുന്നു, ഒരു പ്രത്യാശ തരുന്നുണ്ട്. അപ്പോൾ ഓർക്കുന്നത്, നമ്മൾ പല കാര്യങ്ങളും ഓർക്കും ഇല്ലേ? വേദനയുള്ള കാര്യങ്ങൾ ഓർക്കും, സന്തോഷമുള്ള കാര്യങ്ങൾ ഓർക്കും, സ്കൂളിലെ കാര്യങ്ങൾ ഓർക്കും ഇല്ലേ? കഴിഞ്ഞ വർഷം നടന്ന കാര്യങ്ങൾ പലതും ഓർക്കും ഇല്ലേ? അതെല്ലാം ഓർത്ത് ഷൂ എന്ന് പറഞ്ഞ് നമ്മൾ തലയിൽ കൂടി ഇങ്ങനെ പോവുകയാണ്. അങ്ങനല്ല ഓർമ്മ, വിശ്വാസത്തോടെ ഓർമ്മയാണ്. എന്താണ് വിശ്വാസത്തോടെ ഓർമ്മ? യേശു എനിക്ക് വേണ്ടി, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു. ഞാനിന്ന് പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചിരിക്കുന്നു. യേശു എൻ്റെ പാപം എനിക്ക് വേണ്ടി എന്നെ ഇനിയും ഓർക്കത്തില്ല. കാരണം യേശുവിൻ്റെ രക്തത്താൽ, യേശുവിൻ്റെ മരണത്താൽ എനിക്ക് പാപമോചനമുണ്ടായി. കർത്തൃമേശയുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ എന്താണ് ഓർക്കേണ്ടത്? അല്ലെങ്കിൽ എന്നും എന്താണ് ഓർക്കേണ്ടത്? അവൻ്റെ ശരീരം എനിക്ക് വേണ്ടി നുറുക്കപ്പെട്ടു. സ്തോത്രം. എനിക്ക് വേണ്ടി, നമുക്കെല്ലാവർക്കും വേണ്ടി എന്ന് പറയുന്നതും എനിക്ക് വേണ്ടി എന്ന് പറയുന്നതും വ്യത്യാസമാണില്ലേ? എനിക്ക് വേണ്ടി എൻ്റെ അച്ഛൻ ഇത് തന്നു, അല്ലെ എൻ്റെ അമ്മ ഇത് തന്നു, എൻ്റെ സഹോദരൻ, എൻ്റെ സഹോദരി, എൻ്റെ ഭർത്താവ്, എൻ്റെ ഭാര്യ, എൻ്റെ കൂട്ടുകാരൻ എനിക്ക് വേണ്ടി തന്നു, നമുക്ക് വേണ്ടി തന്നു എന്ന് പറയുന്നതിന് വ്യത്യാസമുണ്ടല്ലോ. കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു. സ്തോത്രം. ഇത് നിങ്ങൾക്ക് വേണ്ടി ഉള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ. സ്തോത്രം. നന്ദിയോടെ നമ്മൾ ഓർക്കണം. 1 പത്രോസ് 2:24 ഒന്ന് വായിച്ചോട്ടെ. 1 പത്രോസ് 2:24. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്ന് ക്രൂശിന്മേൽ കയറി അവൻ്റെ അടിപ്പിണരുകൾ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഞാൻ പാപസംബന്ധമായി മരിച്ചിട്ട് നീതിക്ക് ജീവിക്കേണ്ടതിന് ക്രിസ്തു എന്ത് ചെയ്തു? അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിൽ കയറി. അപ്പോൾ ഈ അപ്പം നുറുക്കുമ്പോൾ അവൻ്റെ അടിപ്പിണരുകളെ നമ്മൾ ഓർക്കുമ്പോൾ നാം മനസ്സിലാക്കുക, തൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഫ്യൂച്ചറല്ല, വന്നിരിക്കുന്നു. ഓൾറെഡി വന്നു കഴിഞ്ഞു. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. സ്തോത്രം. അപ്പോൾ ആദ്യം കർത്താവിൽ നിന്ന് പ്രാപിച്ച് നമുക്ക് ഏൽപ്പിച്ചു തന്ന വിശുദ്ധമായ ഒരു ആചാരമാണ്. രണ്ടാമതായിട്ട് ക്രിസ്തുവിൻ്റെ ഓർമ്മയ്ക്കായി നാം ചെയ്യണം. മൂന്നാമതായിട്ട് 25 വാക്യം എന്ന് വായിച്ചാട്ടെ. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്തു. ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു. ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറഞ്ഞു. പിന്നെയും പറയുകയാണ് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ. രണ്ടാമതും പറയുകയാണ് ക്രിസ്തുവിൻ്റെ ഓർമ്മയ്ക്കായി. എന്തായിരിക്കാം പിന്നെയും ഓർമ്മയ്ക്കായി എന്ന് പറയാൻ കാര്യം? വളരെ പ്രധാനമായി അടിവരയിടേണ്ട കാര്യമാണ്. അപ്പവും വീഞ്ഞും നാം അതിൽ പങ്കുചേരുമ്പോൾ ക്രിസ്തുവിൻ്റെ ഓർമ്മ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ആദ്യം എന്താണ് ഓർമ്മ? അവൻ്റെ ശരീരം എനിക്ക് വേണ്ടി നുറുകി, അവൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം, എനിക്ക് സ്വാതന്ത്ര്യം, എനിക്ക് പാപമോചനം എനിക്ക് ദൈവം തന്നു. ആ ഒരു ഓർമ്മ വിശ്വാസത്തോടെ ഞാൻ ഓർക്കുകയാണ്. സ്തോത്രം. രണ്ടാമതായിട്ട് നാം ഓർക്കേണ്ടത് എന്താണ്? പാനപാത്രം എടുത്തു. ഈ പാനപാത്രം രക്തത്തിൽ പുതിയ നിയമം ആകുന്നു. പുതിയ നിയമം എന്ന് പറയുമ്പോൾ പഴയ ഒരു നിയമമുണ്ട്. എന്തായിരുന്നു പഴയ നിയമം? കട്ടിൽക്കാൽമേലും കുറുമടിമേലും അന്ന്
ആടിൻ്റെ രക്തം തളിച്ചപ്പോൾ സംഹാരകൻ ആ ഭവനത്തിൽ കയറിയില്ല. സംഹാരകൻ മാറിപ്പോയി. ഇവിടെ യേശുവിൻ്റെ രക്തത്താലുള്ള ഒരു പുതിയ നിയമം. മർക്കോസിന്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നത്, ഇത് എൻ്റെ രക്തമാകുന്നു, അനേകർക്ക് വേണ്ടി ചൊരിയപ്പെടുന്ന ഉടമ്പടിയുടെ രക്തം, ബ്ലഡ് ഓഫ് ദ കവനന്റ്, ഉടമ്പടിയുടെ രക്തം. ഈ ആട്ടുകൊട്ടന്മാരുടെ രക്തം കൊണ്ട് പാപമോചനം കഴിയുകയില്ല എന്ന് നമ്മൾ ഹെബ്രായ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. ഒരു പ്രാവശ്യം ആടിനെ ഞാൻ പാപം ചെയ്ത് ആടിനെ കൊണ്ടുപോയാലും അടുത്ത ദിവസം ഞാൻ പാപം ചെയ്താൽ പിന്നെയും ഞാൻ ആടിനെ അല്ലെങ്കിൽ പ്രാവിനെ അർപ്പിക്കണം. എങ്കിൽ മാത്രമേ എൻ്റെ പാപത്തിന് മോചനമുള്ളൂ. എന്നാൽ യേശുവിൻ്റെ രക്തം കൊണ്ട് നമ്മൾക്ക് നിത്യമായ പാപമോചനം. സ്തോത്രം. നിത്യമായ പാപം. അവനിനി നമ്മുടെ പാപത്തെ ഓർക്കുകയില്ല. അതേപോലെ നിത്യമായ ഒരു പാപമോചനം യേശുവിൻ്റെ രക്തത്തിലൂടെ ദൈവം നമുക്ക് തന്നു. നമ്മോട് ദൈവം എന്താണ്? പുതിയതായ ഒരു ഉടമ്പടി, പുതിയതായ ഒരു ഉടമ്പടി, ന്യൂ കവനന്റ്, ഒരു ന്യൂ കവനന്റ്. നമ്മൾ പറഞ്ഞല്ലോ, പുതിയ വ്യക്തിത്വം ദൈവം നമുക്ക് തന്നെന്ന്. ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവം നമ്മളോട് അഭേദ്യമായൊരു ബന്ധമുണ്ട്. ഇതാദ്യമായി വിശ്വാസത്താൽ പ്രവചനാത്മാവിൽ കാണുന്നത് ഇരിമ്യാ പ്രവാചകനായിരുന്നു. ഇരിമ്യാ പ്രവാചകൻ്റെ പുസ്തകം 31-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അതൊന്ന് വായിക്കാം മോളെ. 33, 34 ഇരിമ്യാ പ്രവചനം 31-ന്റെ 33, 34 വാക്യം ഒന്ന് വായിക്കാമോ? യിരെമ്യാ പ്രവചനം 31-ന്റെ 33, 34. എന്നാൽ ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു. ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഇനി അവരിൽ ആരും തൻ്റെ കൂട്ടുകാരനെയും തൻ്റെ സഹോദരനെയും യഹോവയെ അറിയുക എന്ന് ഉപദേശിക്കുകയില്ല. അവർ ആബാലവൃത്തം എല്ലാവരും എന്നെ അറിയും. ഞാൻ അവരുടെ അകൃത്യം മോചിക്കും, അവരുടെ പാപം ഇനി ഓർക്കയില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. യിരെമ്യാ പ്രവാചകൻ പ്രവചനാത്മാവിൽ യേശുവിലൂടെ നമ്മളോട് ചെയ്യുന്ന പുതിയ ഉടമ്പടിയുടെ കാര്യം വിശദമായി കാണുകയാണ്. ഒന്നാമത്, നമ്മുടെ ഹൃദയത്തിന് തന്നെ ദൈവം ഒരു രൂപാന്തരം വരുത്തും. ഹൃദയത്തിന് തന്നെ ഒരു രൂപാന്തരം വരുത്തും. അവിടെ പറയുന്നു, ഞാൻ അവരുടെ അകൃത്യം മോചിക്കും, അവരുടെ പാപം ഇനി ഓർക്കുകയുമില്ല എന്ന യഹോവയുടെ അരുളപ്പാട്. സ്തോത്രം. നാം ഓർക്കത്തില്ലേ? ദൈവം ഒരിക്കലും മറക്കത്തില്ല. ദൈവം മറക്കും. എന്താണ് ദൈവം മറക്കുന്നത്? തന്നോട് നിരപ്പ് പ്രാപിച്ച ഒരു വ്യക്തിയുടെ പാപം ദൈവം പിന്നെ ഓർക്കത്തില്ല എന്ന് വെച്ചാൽ മറന്നുപോയെന്നതിനപ്പുറമായിട്ട്, നാം ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ ആ പാപിയായ എന്നെ കാണുന്നത് യേശു എനിക്ക് വേണ്ടി മരിച്ച തിരുരക്തത്തിൻ്റെ ആ കാഴ്ചയിലൂടെയാണ് ദൈവം എന്നെ കാണുന്നത്. എൻ്റെ ഹൃദയത്തിൽ എൻ്റെ പാപം മോചിച്ചു തന്നു. നിങ്ങൾക്കറിയാമല്ലോ, ചിലപ്പം നമ്മുടെയൊക്കെ ഒരു ഹൃദയത്തിലൊരു ദുഷ്ടചിന്ത കയറി വരും ഇല്ലേ? ചിലപ്പോഴൊക്കെ വന്നിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അങ്ങനെ ദുഷ്ടചിന്തകളൊക്കെ കയറി വരും. ആ ദുഷ്ടചിന്തയിൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങിയാൽ 1 ദിവസം 2 ദിവസം 3 ദിവസം കഴിയുമ്പോഴെന്താണ്? പിന്നെ നമ്മുടെ പ്രവൃത്തിയെല്ലാം ആ ദുഷ്ടചിന്തയ്ക്ക് അനുരൂപമായിട്ടാകും. എന്നാൽ ദൈവസന്നിധിയിൽ പോയിരുന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, ഈ ദുഷ്ടചിന്തകളിൽ നിന്ന് ദൈവം എന്നെ വിടുവിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് നിരപ്പ് പ്രാപിച്ച് ദൈവത്തിൽ നിന്ന് മോചനം ലഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ പിന്നെ ആ ചിന്തയ്ക്ക് സ്ഥാനമില്ല. ശരിയാണോ? ആരെങ്കിലും അത് അനുഭവിച്ചിട്ടുണ്ടോ? ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ അകൃത്യം മോചിക്കുമെന്ന് പറഞ്ഞാലുള്ള അർത്ഥം. സ്തോത്രം. ദൈവം അവരുടെ പാപം ഇനി ഓർക്കയില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. സ്തോത്രം. രണ്ടാമതായിട്ട്, ഈ പുതിയ നിയമത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയത്തിൽ എഴുതും എന്ന് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ ഹിതവും നമ്മുടെ ഉള്ളിലാണ്. പുറത്താണ് ദൈവത്തിൻ്റെ വചനം. പക്ഷെങ്കിൽ എന്താണ്? നമ്മുടെ ഹൃദയത്തിൻ്റെ പലകയിൽ ദൈവത്തിൻ്റെ വചനം എഴുതും. നമ്മളറിയാമല്ലോ, പഴയ നിയമത്തിൻ്റെ ആ ഉടമ്പടി എഴുതുമ്പോൾ കൽപ്പലകയിലാണ്
ദൈവത്തിൻ്റെ വിരലുകൾ കൊണ്ട് ആ എഴുതി. പിന്നെ മോശ എഴുതി ഇല്ലേ, കൽപ്പനകൾ തൻ്റെ വിരലുകൾ കൊണ്ട് എഴുതി. എന്നാൽ ഇന്ന് ദൈവം എഴുതുന്നത് എവിടാണെന്നറിയാമോ? നമ്മുടെ ഹൃദയത്തിൻ്റെ പലകയിൽ. ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ ഹിതവും ദൈവം എന്തു ചെയ്യും? നമ്മുടെ ഹൃദയത്തിൻ്റെ പലകയിൽ എഴുതും. അതൊക്കെ പുതിയ നിയമത്തിൻ്റെ ഒരു വിശേഷതയാണ്. മൂന്നാമതായിട്ട് നാം കാണുന്നത് ഒരു അഭേദ്യമായ ഒരു ബന്ധം, ഒരു പുതിയ ബന്ധം, ഒരു ക്ലോസ് റിലേഷൻഷിപ്പ്. അതാണ് 33-ാം വാക്യത്തിൽ, ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമായിരിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. സ്തോത്രം. അപ്പോൾ ഒരു പുതിയ ഒരു രൂപാന്തരം ദൈവം നമുക്ക് നൽകുന്നു. അതുമാത്രമല്ല, ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ ഹിതം നമ്മുടെ ഹൃദയത്തിൽ എഴുതുന്നു. അതുമാത്രമല്ല, ദൈവം എൻ്റെ പിതാവാണ്. ദൈവം എൻ്റെ പിതാവാണ്. ആരുമില്ല. ഇന്ന് നമ്മൾ രാവിലത്തെ ആദ്യത്തെ പാട്ട് പാടിയപ്പം ആരുമില്ല, സ്നേഹിച്ചവർ കരുതിയവർ എല്ലാം പോയി കർത്താവേ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അതിൻ്റെ അത് സത്യമായിരിക്കാം. പക്ഷെ എൻ്റെ തൊട്ട് താഴെ പറയണം, കർത്താവേ അങ്ങ് എൻ്റെ പിതാവാണല്ലോ, അങ്ങ് എൻ്റെ പിതാവാണല്ലോ, നിത്യനായ പിതാവ്. എല്ലാവരും മരിച്ചു പോകുമെന്നാൽ ഒരിക്കലും മരിക്കാത്ത നിത്യമായ പിതാവ്. ഞാൻ മരിച്ചാലും എൻ്റെ തലമുറകളെ ഓർക്കുന്ന ഒരു പിതാവും ഇല്ല ലോകത്തിൽ, ഇല്ലേ? നമ്മൾ മരിക്കുന്നതിന് മുമ്പ് ഒരു പക്ഷേ നമ്മുടെ പിതാവ് മരിച്ചെന്ന് വരും. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ചിലവർക്ക് മരിക്കുന്നതിന് മുമ്പേ അവരുടെ മക്കൾ അവരുടെ മുമ്പേ മരിച്ചെന്ന് വരും. എന്നാൽ ഒരു സമയമാകുമ്പോൾ നമ്മുടെ പിതാക്കന്മാർ മരിക്കും, ഇല്ലേ? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നമ്മുടെ തലമുറകൾക്ക് വേണ്ടി അവരാരും കരുതിയതൊന്നും പ്രാപ്തമല്ല, അതൊന്നും മതിയാകുകയില്ല. എന്നാൽ എന്നോട് നിത്യമായ ഒരു നിയമം ചെയ്ത, പുതിയ ഉടമ്പടി ചെയ്ത എൻ്റെ ദൈവം ഒരിക്കലും മരിക്കത്തില്ല. സ്തോത്രം. എൻ്റെ തലമുറകൾ അതേപോലൊരു ബന്ധത്തിൽ വന്നാൽ ദൈവം അവരോടും വിശ്വസ്തമായിരിക്കും. ഒരു പുതിയ ഉടമ്പടി ദൈവം നമുക്ക് നൽകുകയാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇന്ന് ജീവിക്കുമ്പോൾ പുതിയ ഉടമ്പടി ചെയ്യപ്പെട്ട, ദൈവത്താൽ ഉടമ്പടി ചെയ്യപ്പെട്ട ഒരു വ്യക്തിയായി നാം ജീവിക്കുക. പാപം മോചിച്ചു എന്നുള്ള വിശ്വാസത്തോട് ജീവിക്കുക. സ്വാതന്ത്ര്യം പ്രാപിച്ചു എന്നുള്ള വിശ്വസ്തതയുള്ള, ദൈവം വിശ്വസ്തത കാണിക്കുന്ന ഒരു ജനമായി, ദൈവത്തോട് അഭേദ്യമായ ബന്ധമുള്ളവരായി നാം ജീവിക്കുക. ഇതൊക്കെ നാം പലപ്പോഴും മറന്നു പോകുമില്ലേ? അതുകൊണ്ടാണ് പിന്നെയും പറയുന്നത്, ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെവീൻ. രണ്ടാമത് പറയുകയാണ്, നമ്മൾ മറന്നു പോകുമ്പോൾ നമ്മൾ ഓർക്കുക, കർത്താവും നാവുമായിട്ടുള്ള ബന്ധത്തെ നാം മറന്നു പോകരുത്. സ്തോത്രം. അവസാനമായി 26-ാം വാക്യമെന്ന് വായിക്കാം. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായി അപ്പം, അത്രയും മതി മോളെ. കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അപ്പോൾ കർത്താവിൻ്റെ തിരുമേശയിൽ നാം പങ്കെടുക്കുമ്പോൾ ഓർമ്മ മാത്രമല്ല, ചില പ്രഖ്യാപനമുണ്ട്. എന്താണ് പ്രഖ്യാപനം? കർത്താവ് വരും. കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അപ്പോൾ കർത്താവിൻ്റെ മടങ്ങി വരവെന്ന് പറയുന്നത് നമ്മൾ എന്താണ്? നമുക്കൊരു പ്രത്യാശ നൽകുന്നതാണ്. നമ്മൾ ചിലർക്കൊന്നും മരിക്കാൻ താല്പര്യമില്ല, പക്ഷെ നമുക്കറിയാം നമ്മളെല്ലാവരും മരിച്ചു പോകും. എന്നാൽ ചില ജീവിതത്തിൻ്റെ ചില പ്രത്യേക കഠിനമായ ശോധനയെ വരുമ്പോൾ നമ്മൾ എന്ത് പറയും? കർത്താവേ ഇന്ന് മരിച്ചാലും കുഴപ്പമില്ല, ഇന്ന് മരിച്ചാലും കുഴപ്പമില്ല. കാരണം എന്താണ്? അതുപോലത്തെ കഠിന ശോധനയാണ്. പക്ഷെങ്കിൽ ഒരു ഹോപ്പ്ലെസ്സായിട്ടുള്ള ഒരു പ്രത്യാശയല്ല, മരണത്തെ ഹോപ്പ്ലെസ്സായിട്ട് കാണുകയല്ല, മറിച്ച് കർത്താവ് വരും, കർത്താവ് വരും, എൻ്റെ കണ്ണുനീര് തുടയ്ക്കും, എൻ്റെ ദുഃഖം മാറും, എൻ്റെ നിരാശ മാറും, എൻ്റെ രോഗം മാറും. അത് വിശ്വാസത്തോട് പ്രത്യാശയോടെ ഓർമ്മിച്ച് പ്രഖ്യാപിക്കുകയാണ് നാം ഈ തിരുവത്താഴ ശുശ്രൂഷയിൽ പങ്കുചേരുമ്പോൾ. അതാണ് ഫോർവേഡ് ലുക്കിംഗ്, ഇല്ലേ? പുറകോട്ട് നോക്കി യേശുവിൻ്റെ ക്രൂശുമരണത്തെ കാണും, ഉള്ളിലോട്ട് നോക്കി ദൈവം എനിക്കുമായി ചെയ്ത പുതിയ ഉടമ്പടിയെ നാം കാണുന്നു. മുമ്പോട്ട് നോക്കി യേശുവിൻ്റെ മടങ്ങി വരവ്, രണ്ടാമത്തെ വരവ്. സ്തോത്രം. അപ്പോൾ നാം നമ്മുടെ ജീവിതത്തിൽ ഇവിടെ അനുഭവിക്കുന്ന പലവിധമായ പ്രശ്നങ്ങളുണ്ട്, നിരാശകളുണ്ട്, ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകളുണ്ട്. ഇതെല്ലാം നോക്കിക്കാണുന്ന കണ്ണാടി എന്താണ്? കർത്താവിൻ്റെ മടങ്ങി വരവിനെ കണ്ണാടിയായി വെച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലതായ കാര്യങ്ങൾക്കും പുതിയ ഒരു അർത്ഥം, പുതിയ ഒരു വിവർത്തനം തിരുവത്താഴത്തിൽ ഞാൻ പങ്കെടുക്കുന്നതിലൂടെ
ദൈവം നൽകാൻ വേണ്ടി ദൈവം നമ്മെ വിളിക്കുകയാണ് ദൈവം. മകളെ, മകനെ, നിൻ്റെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ കർത്താവിൻ്റെ രണ്ടാമത്തെ മടങ്ങി വരവിന് എന്നുള്ള ആ ഒരു വാഗ്ദത്തത്തിലൂടെ കാണാൻ നമുക്ക് സാധിക്കുമോ? നാം ഒരിക്കലും നിരാശരായി പോകരുത്. കർത്താവ് വരും. അവൻ വരുവോളം അവൻ്റെ മരണത്തെ പ്രഖ്യാപിക്കേണ്ടവരാണ് നമ്മൾ. എങ്ങനെ? കർത്തൃമേശ എടുക്കുമ്പോൾ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലൂടെ ഭർത്താവ്, ഭാര്യ, കുഞ്ഞുങ്ങൾ, ജോലിസ്ഥലങ്ങളിൽ നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്ന ആ സമയങ്ങളിൽ പോലും, ഭവനത്തിൽ തനിയേരിക്കുന്ന സമയത്ത്, ജോലി ചെയ്യുന്ന സമയത്ത്, ഈ സാധനം നമ്മുടെ കയ്യിലുള്ള സമയത്ത്, ഇല്ലാത്ത സമയത്ത് എല്ലാം നമ്മളെന്താണ്? കർത്താവിൻ്റെ വരവിനെ പ്രഖ്യാപിച്ചുകൊണ്ട് ജീവിക്കേണ്ടവരാണ്. തിരുമേശയിൽ പങ്കെടുക്കുന്ന, ദൈവവുമായിട്ട് പുതിയ ഉടമ്പടി ചെയ്ത നമ്മളെല്ലാവരും. സ്തോത്രം, സ്തോത്രം. നമ്മൾ പലപ്പോഴും കർത്തൃമേശ എടുക്കുമ്പം നമ്മളും ദൈവവുമായിട്ടുള്ള കാര്യം മാത്രമേ ചിന്തിക്കാറുള്ളൂ, അല്ലേ? കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. എന്നാൽ ഈ സഭയോട് പറയുമ്പോൾ ഒരു കൂട്ടത്തോടാണ് പറയുന്നത്. ആ സഭയിലെ പാസ്റ്ററോടോ ഒരു വ്യക്തിയോടോ അല്ല പറയുന്നത്, മറിച്ച് എന്താണ്? ഒരു കൂട്ടത്തോടാണ് പറയുന്നത്. എന്ന് പറയുമ്പോൾ നമ്മൾ സഭയായി കർത്തൃമേശയിൽ എടുക്കുമ്പോൾ നമ്മളോട് ദൈവം ചെയ്ത, നമുക്ക് വേണ്ടി മരിച്ച കാര്യം, കർത്താവിൻ്റെ രണ്ടാമത്തെ മടങ്ങിവരവിൻ്റെ കാര്യമൊക്കെ നാം ഓർക്കുമ്പോൾ തന്നെ എൻ്റെ സഹോദരനെക്കുറിച്ചും എൻ്റെ സഹോദരിയെക്കുറിച്ചും കൂടെ എനിക്കൊരു ഓർമ്മയുണ്ടായിരിക്കണം. എന്താണ്? എനിക്ക് വേണ്ടി മരിച്ച അതേ കർത്താവ് എൻ്റെ സഹോദരന് വേണ്ടിയും മരിച്ചതാണ്. ഒരു പക്ഷെങ്കിൽ എനിക്ക് അവരെ അത്ര താല്പര്യം കാണത്തില്ലായിരിക്കാം. പക്ഷെങ്കിൽ എൻ്റെ താല്പര്യം ചോദിച്ച്, എൻ്റെ അനുവാദം ചോദിച്ചല്ലല്ലോ കർത്താവ് എൻ്റെ സഹോദരന് വേണ്ടിയോ സഹോദരിക്ക് വേണ്ടിയോ മരിച്ചത്. ആണോ? നമ്മളോട് അനുവാദം ചോദിച്ചായിരുന്നോ? ആരുടെയും അനുവാദം ചോദിച്ചാണ് പലരും പറഞ്ഞത് എനിക്ക് വേണ്ടി മരിക്കല്ലേ എന്ന്. കാരണം എന്നെ ഇഷ്ടമല്ലാത്ത പലരും കാണും, നമ്മളെ ആരും ഇഷ്ടമല്ലാത്ത പലരും കാണും, ഇല്ലേ? ഒരാളെങ്കിലും കാണും നമ്മളെ ഇഷ്ടമല്ലാത്തവർ. അവരോട് അനുവാദം ചോദിച്ചാൽ പറഞ്ഞേനെ അദ്ദേഹത്തിന് വേണ്ടി മരിക്കരുതേ എന്ന്. പക്ഷെ നമ്മളോട് ആരോടും ദൈവം അനുവാദം ചോദിച്ചിട്ടല്ല, ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന കുഞ്ഞാടായി 2 കള്ളന്മാരുടെ മധ്യേ ക്രൂശിന്മേൽ മരിച്ചത്. അപ്പോൾ എനിക്ക് മാത്രമല്ല, മറിച്ച് എൻ്റെ കൂടെ ആരാധിക്കുന്ന, ഒരുപക്ഷെ ഈ ലോക്കൽ സഭ മാത്രമല്ല, ലോകത്തിലുള്ള എല്ലാ വിശുദ്ധന്മാരും പല രീതിയിൽ പല സഭകളോട് നമുക്ക് താല്പര്യം കുറവ് കാണാം, അല്ലെ താല്പര്യം കൂടുതൽ കാണാം. താല്പര്യം കുറഞ്ഞവരോടും താല്പര്യം കൂടിയവരോടും എല്ലാവർക്കും വേണ്ടി യേശു മരിച്ചു എന്നുള്ള ഒരു ബോധം എൻ്റെ ഉള്ളിൽ വരുമ്പോൾ ഐ വിൽ ലുക്ക് അറൗണ്ട്. ഞാൻ ചുറ്റുപാടും ഒന്ന് നോക്കിയിട്ട് കർത്താവേ, അങ്ങയുടെ തിരുമേശ ആചരിക്കുമ്പോൾ എൻ്റെ ജീവിത മുഖാന്തരം എൻ്റെ ചുറ്റുപാടുമുള്ളവർക്ക് കൊരിന്ത്യ സഭയിൽ ഭിന്നതയായിരുന്നു, ഉച്ചനീചത്വമായിരുന്നു. എൻ്റെ പ്രവൃത്തി മുഖാന്തരം ഭിന്നതയ്ക്ക് കാരണമാകുന്നുണ്ടോ? ഉച്ചനീചത്വം, ഞാൻ വലിയവൻ വേറെ ഒരാൾ കുറഞ്ഞവൻ എന്നുള്ള മനോഭാവം എൻ്റെ ജീവിതത്തിലുണ്ടോ എന്നെന്താ നമ്മൾ ചുറ്റുപാടും ഒന്ന് നോക്കുക. സ്തോത്രം. തിരുമേശ, എനിക്ക് വേണ്ടി മരിച്ച ക്രിസ്തുവിനെക്കുറിച്ച് പുറകോട്ട് നോക്കി, കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് ഞാൻ മുമ്പോട്ട് നോക്കുന്നു. എൻ്റെ ഉള്ളിൽ ദൈവം ചെയ്ത, പ്രോമിസ് ചെയ്ത, പുതിയ ഉടമ്പടിയിലൂടെ ദൈവം ചെയ്ത രൂപാന്തരത്തെ ഞാൻ നോക്കുന്നു. എൻ്റെ ചുറ്റുപാടുമുള്ളവരെ ഞാൻ നോക്കിയിട്ട് കർത്താവേ, ദൈവം എന്നെ അനുഗ്രഹിച്ചത് എൻ്റെ ചുറ്റുപാടുമുള്ളവരെ അനുഗ്രഹിക്കാനാണല്ലോ. എപ്പോഴെങ്കിലും നമ്മൾ ഏതെങ്കിലും രീതിയിൽ അനുഗ്രഹം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ വേണ്ടിയാണ്. അല്ലാതൊരു അനുഗ്രഹം ദൈവം നമുക്ക് നൽകിയിട്ടില്ല. സ്തോത്രം. തിരുമേശയിൽ കടന്നു വരുമ്പോൾ കർത്താവെ, എൻ്റെ കൂടെ ആരാധിക്കുന്നവരുടെ അനുഗ്രഹത്തിനായിട്ടാണല്ലോ ദൈവം എന്നെ ഇവിടെ ആക്കിയിരിക്കുന്നത്. ദൈവം എനിക്ക് വേണ്ടി മരിച്ച് എൻ്റെ പാപം മോചിച്ച് ഒരു പുതിയ ഉടമ്പടി ചെയ്ത് എന്നെ ഈ ലോകത്താക്കിയിരിക്കുന്നത്, എന്നെ ഈ സഭയിലാക്കിയിരിക്കുന്നത് മറ്റുള്ളവർ എൻ്റെ കൂടെ ആരാധിക്കുന്നവരുടെ അനുഗ്രഹത്തിന് വേണ്ടിയാണല്ലോ എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കാൻ ഇടയായിത്തീരും. സ്തോത്രം. ഒരു നിമിഷം ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ഒന്ന് നോക്കാം. നമുക്കെല്ലാവരോടും നല്ല ബന്ധമുണ്ടോ? ഇല്ലായിരിക്കാം, തീർച്ചയായിട്ടും. ആരെങ്കിലുമൊക്കെ കാണും നമ്മളെ ഇഷ്ടമല്ലാത്തവർ, നമുക്കിഷ്ടമില്ലാത്തവർ. അത് വാസ്തവമാണ്. ഈ ലോകത്ത് ജീവിക്കുമ്പം അത് എത്ര വലിയ ആളോട് ചോദിച്ചാലും പറയും, ചെറിയ ആളോട് ചോദിച്ചാലും പറയും. എന്നാൽ നാം ആ ഇഷ്ടക്കേടിനെ, ആ പൊരുത്തക്കേടിനെ ന്യായീകരിക്കുകയാണോ? അതോ
എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം വേണമെന്ന് നാം ദൈവത്തോട് പറയാറുണ്ടോ? കർത്താവേ, എനിക്കൊരു മാറ്റം വേണം, എനിക്കൊരു വ്യത്യാസം വേണം, എനിക്കൊരു രൂപാന്തരം വേണം. സ്തോത്രം. എൻ്റെ ഹൃദയത്തെ അതിനു വേണ്ടി ഒരുക്കുന്നു, എൻ്റെ ഭവനത്തെ അതിനു വേണ്ടി ഒരുക്കുന്നു, എൻ്റെ ജീവിതത്തെ അതിനു വേണ്ടി ഒരുക്കുന്നു. ഒരിക്കലും നാം എന്ത് ചെയ്ത് അത് ന്യായീകരിച്ച് തള്ളിക്കളഞ്ഞ് അതങ്ങനെയൊക്കെയാ, അല്ലെങ്കിൽ ഞാൻ അതിനകത്ത് കാര്യമില്ല എന്ന് പറഞ്ഞ് പോകുമ്പോഴെന്താണ്, ദൈവം നമ്മളിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന രൂപാന്തരം പൂർണ്ണമാകത്തില്ല. അതുകൊണ്ട് ദൈവസന്നിധി നമുക്ക് ചെന്ന് പറയാം, കർത്താവേ, എൻ്റെ കുറവുകൾ അങ്ങയുടെ മുൻപിൽ തുറന്ന് ഞാൻ വെക്കുന്നു. എൻ്റെ ജീവിതത്തിൽ രൂപാന്തരപ്പെടുത്താൻ, എന്നെ രൂപാന്തരപ്പെടുത്താൻ, എന്നെ അനുഗ്രഹമാക്കാൻ ദൈവം എനിക്ക് വേണ്ടി മരിച്ചല്ലോ. അതുകൊണ്ട് അടുത്ത ആഴ്ച നമുക്ക് കർത്തൃമേശയുണ്ട്. കർത്തൃമേശയുള്ള സമയത്ത് പുറകോട്ട് നോക്കി ക്രൂശ് മരണം കണ്ട്, മുൻപോട്ട് നോക്കി കർത്താവിൻ്റെ മടങ്ങി വരവ് കണ്ട്, ഉള്ളിലോട്ട് നോക്കി ദൈവം എന്നെ വിളിച്ച രൂപാന്തരത്തെ ഓർത്തുകൊണ്ട് ചുറ്റുപാടുകളിൽ എന്നെ ദൈവം ഒരു അനുഗ്രഹമാക്കണമെന്ന പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. എന്നും അത് നമ്മൾ ഓർക്കാൻ, കർത്തൃമേശ എടുക്കുന്ന സമയം മാത്രമല്ല, എന്നും അത് ഓർക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ.